ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മണപ്പുറം സിവിൽ സർവീസ് അക്കാദമി. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സെക്കൻഡ് ആൻഷ്യന്റ് ഇന്ത്യൻ മാർവൽ എന്ന് പറയുന്നത് ഡൽഹി അയൺ പില്ലർ എന്നറിയപ്പെടുന്ന മെഹ്റോലി പില്ലർ ആണ്. ഓക്കെ, ഈ പില്ലർ എന്ന് പറയുന്നത് അയൺ പില്ലർ ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്തിട്ടില്ല, അപ്പൊ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, റസ്റ്റ് ചെയ്തിട്ടില്ല, അതായത് തുരുമ്പെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, സോ അപ്പൊ ഇത് ഉണ്ടാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന ഗുപ്ത എംപയറിലെ ചന്ദ്രഗുപ്ത 2 ആണ് എന്ത് ചെയ്യുന്നത്, ഈ അയൺ പില്ലർ ഉണ്ടാക്കിയതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഇൻസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നത്, എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, ഡൽഹിയിൽ എത്ര പൊല്യൂഷനിലും ക്ലൗഡ് ബേഴ്സിലും ഇത്രയും മഴയും വെയിലും കൊണ്ടിട്ടും ഇത് എന്ത് ചെയ്യുന്നില്ല, റസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യയിലെ മറ്റൊരു മാർവലാണിത്. കാരണം ഇന്ത്യയുടെ അത്രയും വലിയൊരു മെറ്റലർജി ടെക്നിക്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഡൽഹി അയൺ പില്ലർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ കുത്തബ് മിനാർ കോംപ്ലക്സ്, ദാറ്റ് മീൻസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള കുത്തബ് മിനാർ കോംപ്ലക്സിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈ ഫോസ്ഫറസ് കണ്ടന്റ് ആണ്. അപ്പോൾ പുതിയ ഈ അയൺ ഇരുമ്പിന്റെ കൂട്ട് എന്ത് ചെയ്യുന്നില്ല, അതിൽ സൾഫറോ അല്ലെങ്കിൽ മെഗ്നീഷ്യം കണ്ടൻസിന്റെ ഒക്കെ കുറച്ചിട്ട് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അന്ന് കാലത്ത് എന്ത് ചെയ്യുന്നത്, ഈ ഗുപ്തന്മാർ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, പണി കഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് അനദർ ആൻഷ്യന്റ് ഇന്ത്യൻ മാർവൽ. ഓക്കെ, താങ്ക് യു.